അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിലെ 7-ാമത്തെ ആയത്ത് മുതലുള്ള വിശദീകരണമാണ് ഈ 3-ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമിനൂ ബില്ലാഹി വറസൂലിഹി وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. آمنوا بالله, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുവിൻ. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. മിമ്മാ ജഅലകും, നിങ്ങളെ അവൻ ആക്കിയതിൽ നിന്ന്. മുസ്തഖ്ലഫീന ഫീഹി, ഏതൊന്നിലാണോ നിങ്ങളെ പ്രാതിനിധ്യം നൽകപ്പെട്ടവരാക്കിയത്, നിങ്ങളെ പ്രതിനിധികളാക്കിയത്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. ഫല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, മിൻകും, നിങ്ങളിൽ നിന്ന്, വഅൻഫഖു, ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ, ലഹും, അവർക്കുണ്ട്, അജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. ചെലവഴിക്കുക എന്ന് പറഞ്ഞതിൽ ഏതിൽ നിന്ന് ചെലവഴിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്? മുസ്തഖ്ലഫീന ഫീഹി, മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ പ്രാതിനിധ്യം നൽകപ്പെട്ടവരാക്കിയതിൽ നിന്ന്. ഈ വാക്ക് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക. ആ സമ്പത്ത് അല്ലാഹു നൽകിയതാണ്, അത് അല്ലാഹുവിൻ്റെതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ആ സമ്പത്തിന്റെ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ടവർ നമ്മളാണ്. നമ്മുടെ കാലശേഷം ആ സമ്പത്തിന്റെ അവകാശി, അതിന്റെ പ്രാതിനിധ്യം, അതിന്റെ പ്രതിനിധി മറ്റൊരാളായി മാറും. വലിയ ഭൂസ്വത്തിന്റെ ഒരു ഉടമയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇന്ന് ആ വിശാലമായ ഭൂമിയുടെ, പറമ്പിന്റെ, സ്ഥലത്തിന്റെ അവകാശി അവനായിരിക്കാം. അഥവാ അതിന്റെ പ്രാതിനിധ്യം, അതിന്റെ പ്രതിനിധിയായി അള്ളാഹു അവനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ അവന്റെ കാലശേഷം അതിന്റെ പ്രതിനിധി മറ്റൊരാളാകുന്നു. അതല്ലെങ്കിൽ ആ ഭൂമിയുടെ പ്രാതിനിധ്യം ആളുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാലക്രമേണ അതിന്റെ അവകാശികൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏതു വസ്തുവിലാണോ അള്ളാഹു നിന്നെ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ടത്, അതിൽ നിന്ന് നീ ചെലവഴിക്കുക, ദാനം ചെയ്യുക, വിശ്വസിക്കുകയും ചെയ്യുക, ചെലവഴിക്കുകയും ചെയ്യുക. സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ആയത്തിനെ അന്വർത്ഥമാക്കിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിശ്വാസത്തിന്റെ ഗോപുരങ്ങളായി തിളങ്ങി നിൽക്കുമ്പോഴും തങ്ങൾക്കുള്ളതെല്ലാം, അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത, സ്വതക്ക ചെയ്ത മഹാന്മാരായ സ്വഹാബികൾ, അവരൊന്നും നാളേക്ക് മാറ്റിവെച്ചില്ല. ദീനിനു വേണ്ടി എന്തും ചെലവഴിക്കാൻ അവർ തയ്യാറായിരുന്നു. 8-ാമത്തെ ആയത്ത്. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. വമാലക്കും, നിങ്ങൾക്കെന്തു പറ്റി? ലാ തുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ബില്ലാഹി, അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നാൽ വറസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, യദ്ഉക്കും, നിങ്ങളെ ക്ഷണിക്കുന്നു, ലിതുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി, ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ വേണ്ടി. വഖദ് അഖദ മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ്, നിങ്ങളുടെ കരാറിനെ അവൻ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉടമ്പടിയെ അവൻ വാങ്ങിയിട്ടുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഉറപ്പിനെ വാങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹുവിൽ വിശ്വസിക്കാൻ കാരണമാകുന്ന,
അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനവധി നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്തേ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത്? തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. മാത്രമല്ല, വഖദ് അഖദ മീസാഖക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മീസാഖ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, കരാറിനെ വാങ്ങിയിട്ടുമുണ്ട്. ഈ ഉടമ്പടിയെ വാങ്ങി എന്ന് പറഞ്ഞാൽ, കരാറിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയമായ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അന്ന് അവിടുന്ന് പറഞ്ഞവരുണ്ട്, ബലാ ഷഹിദിന, അതേ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന്. സൂറത്തുൽ അറാഫിൽ ഇത് സംബന്ധമായി വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ കരാർ, ആ ഉടമ്പടിയെ അള്ളാഹു അന്ന് വാങ്ങിയിട്ടുണ്ട്. അന്ന് ആ ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ കരാറും ആ ഉടമ്പടിയും ഇന്ന് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അഥവാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന്, ഇങ്ങനെയൊക്കെ ഉടമ്പടി വാങ്ങിയിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ അള്ളാഹു പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ വിളംബരം ചെയ്യുന്ന എത്രയെത്ര അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും നിദർശനങ്ങളുമാണ് നമ്മുടെ മുന്നിൽ അല്ലാഹു തആല നൽകുന്നത്. എന്നിട്ടും എന്തേ വിശ്വസിക്കാത്തത്? റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇനി 9-ാമത്തെ ആയത്ത്, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്ത്. ഹുവ, അവനത്രേ, അല്ലദീ, ഒരുത്തൻ, അല്ലദീ യുനസ്സിലു, അവതരിപ്പിക്കുന്നവൻ, ഇറക്കുന്നവൻ, അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേൽ, ആയാത്തിൻ, ലക്ഷ്യങ്ങളെ, ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, ബയ്യിനാത്തിൻ, വ്യക്തമാക്കുന്നതായ, സുവ്യക്തങ്ങളായ ദൃഷ്ടാന്തങ്ങളെ. എന്തിനീ? ലിയുഖ്രിജക്കും, അവർ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മിനദ്ദുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. വ ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല, വ ഇന്നല്ലാഹ ബിക്കും ലറഊഫുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ വളരെ കൃപയുള്ളവനാണ്, റഹീം, കരുണയുള്ളവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യരുടെ മേൽ സുവ്യക്തങ്ങളായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെയും ലക്ഷ്യങ്ങളെയും ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഈ മനുഷ്യന്മാരെ കൊണ്ടുവരാൻ വേണ്ടി. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ഇറക്കിയത് എന്തിനാ? അല്ലാഹു അത്രമേൽ കൃപയുള്ളവനും കാരുണ്യവാനുമായതുകൊണ്ടാണ്. അല്ലാഹു എത്രമാത്രം കാരുണ്യമുള്ളവനാണ്. നമുക്ക് ജീവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അല്ലാഹു വർഷിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അല്ലാഹു തആല നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. ഏതൊരു മുതലാളിയും പണിയെടുത്തു കഴിഞ്ഞാലാണ് ശമ്പളം തരിക, കൂലി തരിക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൂലി തന്നതിന് ശേഷമാണ് അമല് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് ആ ചെയ്ത അമലിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്യുന്ന അമലുകൾക്ക് വീണ്ടും അല്ലാഹു അമ്പിച്ച പ്രതിഫലമാണ് പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബേ, വിശ്വസിക്കുവാനും നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.